നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. മലങ്കര സഭാ ഭരണഘടന അംഗീകരിച്ചാൽ ഒന്നിച്ചു പോകാമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ. അല്ലാത്തപക്ഷം ഭരണഘടന അനുസരിച്ചാണോ ഭരണം നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്നും മുന്നറിയിപ്പ്. മലങ്കര ഓർത്തഡോക്സ് സഭാ ഭരണഘടനയുടെ നവതി ആഘോഷിച്ചു. കോട്ടയം മുഹമ്മയിൽ യാത്രാ ബോട്ടിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് ചാടിയ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ഉദയൻ. ഭരണങ്ങാനത്ത് ബസ് ജീവനക്കാരൻ വെള്ളത്തിൽ വീണ് മരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏല കർഷകനുള്ള അവാർഡ് പാലാ സ്വദേശിക്ക്. VJ ബേബിയെ ആദരിച്ചു. കൃഷിയും കർഷകനും പാലായുടെ യശസ് ഉയർത്തിയെന്ന് മാണി സി കാപ്പൻ MLA. വാർത്തകൾ വിശദമായി. 1934 ഭരണഘടന അംഗീകരിച്ചാൽ ഒന്നിച്ചു പോകാമെന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. കോട്ടയത്ത് നടന്ന മലങ്കര സഭാ ഭരണഘടനയുടെ നവതി ആഘോഷത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 1934 ഭരണഘടനയുടെ നവതി ആഘോഷ സമ്മേളനം കോട്ടയത്ത് MD സെമിനാരി കത്തീഡ്രൽ അങ്കണത്തിൽ നടന്നു. അന്തരിച്ച MD വാസുദേവൻ നായർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് യോഗം ആരംഭിച്ചത്. സഭാ പരമാധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നവതി ആഘോഷ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മലങ്കര സഭാ ഭരണഘടന അംഗീകരിച്ചാൽ ഒന്നിച്ചു പോകാമെന്ന് അദ്ദേഹം സമ്മേളനത്തിൽ പറഞ്ഞു. സഭാ ഭരണ സംവിധാനത്തിന് അടുക്കും ചിട്ടയും മാത്രമല്ല, നിയമപരമായ പരിരക്ഷയും 1934 ഭരണഘടനയിൽ ഉണ്ട്. ഇത് സുപ്രീം കോടതി വരെ അംഗീകരിച്ചതുമാണ്. ഇതിനാൽ ഭരണഘടന അനുസരിച്ച് യോജിച്ചു പോകാം. അല്ലാത്തപക്ഷം ഈ പള്ളികളിൽ ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും സഭാ ഭരണഘടനയുടെ സാധുത ഒരിക്കൽ പോലും തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. 1934 ഭരണഘടന ഉണ്ടായതിനു ശേഷം ഈ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് അനേക സന്ദർഭങ്ങളിൽ കോടതികൾ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ഒരിക്കൽ പോലും ഭരണഘടനയുടെ സാധുത തള്ളിക്കളഞ്ഞ ഒരു സുപ്രീം കോടതി വിധിയും നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഇന്നുവരെയുള്ളതായ ചരിത്രത്തിൽ അത് യാതൊരു ഭംഗവും കൂടാതെ മലങ്കര സഭയ്ക്ക് എന്നും ആശ്രയിക്കാനുള്ള ഭരണ ക്രമീകരണമായി നിലകൊള്ളുകയാണ്. ഡോക്ടർ യുഹനാൻ മാർ ദിയസ്കോറസ്, ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ, ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ ഓഫ് ദി ഈസ്റ്റ് ഡയറക്ടർ ജനറൽ ഫാദർ ഡോക്ടർ വർഗീസ്, ഡോക്ടർ ജേക്കബ് കുര്യൻ ഓണാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നവതി സ്മാരകമായി MD സെമിനാരി അങ്കണത്തിൽ നിർമ്മിക്കുന്ന പ്രവേശന കവാടത്തിന് കാതോലിക്ക ബാവ തറക്കല്ലിട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യാത്രാ ബോട്ടിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് എടുത്തുചാടിയ യാത്രക്കാരന്റെ മൃതദേഹം കണ്ടെത്തി. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ഉദയനാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് ഉദയൻ സർവീസ് ബോട്ടിൽ നിന്നും കായലിലേക്ക് ചാടിയത്. ഇയാളെ ഈ മാസം 6 മുതൽ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. കുമരകത്ത് നിന്നും പുറപ്പെട്ട ജലഗതാഗത വകുപ്പിന്റെ സർവീസ് ബോട്ടിൽ നിന്നും കായലിലേക്ക് എടുത്തുചാടിയ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാത്രി 7:30ഓടെയാണ് സംഭവം. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ഉദയനാണ് മരിച്ചത്. ഡിസംബർ 6-ാം തീയതി മുതൽ ഉദയനെ കാണാതെ ആയെന്നും ഇതേ തുടർന്ന് പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായും അറിയുന്നു. ജനലിന് സമീപത്തിരുന്ന ഉദയൻ അടുത്തിരുന്ന യാത്രക്കാരനോട് മുഹമ്മയിൽ എത്തിച്ചേരാൻ എത്ര സമയമെടുക്കും എന്ന് അന്വേഷിച്ചു. തുടർന്ന് ബാഗുകൾ സീറ്റിൽ വെച്ച് കാല് പുറത്തേക്കിട്ട് ജനൽ വഴി കായലിലേക്ക് ചാടുകയായിരുന്നു. ബാഗിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. അപകടശേഷം മുന്നോട്ടു പോയ ബോട്ട് തിരിച്ചെത്തിച്ച് അപകട സ്ഥലത്ത് നങ്കൂരം വിട്ടു. തുടർന്ന് ജീവനക്കാർ കായലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ASP ഹരീഷ് ജെയിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ചേർത്തലയിൽ നിന്നും ഫയർഫോഴ്സും ആലപ്പുഴയിൽ നിന്നും സ്കൂബ ടീമും സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിൽ ജലഗതാഗത വകുപ്പ് ജീവനക്കാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മൃതദേഹം കണ്ടെത്താനായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭരണങ്ങാനം വട്ടോടിക്കടവിൽ യുവാവിനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മൂവാറ്റുപുഴ മാറാടി സ്വദേശി സനീഷാണ് മരിച്ചത്. ഇയാൾ സ്വകാര്യ ബസ് ജീവനക്കാരനാണ്.
ഭരണങ്ങാനം വട്ടോളിക്കടവിൽ മീനച്ചിലാറ്റിൽ യുവാവിനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് സ്വകാര്യ ബസ് ജീവനക്കാരനായ മൂവാറ്റുപുഴ സ്വദേശി സനീഷാണ്. ഭരണങ്ങാനം വട്ടോളിക്കടവിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് മൃതദേഹം കണ്ടത്. തൊടുപുഴ കൂത്താട്ടുകുളം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് ഇയാൾ. പാലാ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള മില്യനെയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് ജേതാവായ വെള്ളിയപ്പള്ളി VJ ബേബിയെ പാലാ MLA മാണി സി കാപ്പൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. കൃഷിയും കർഷകനും എന്നും പാലായുടെ യശസ് ഉയർത്തുന്നുവെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള മില്യനെയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്നും ഏറ്റുവാങ്ങിയ വെള്ളിയേപ്പള്ളി VJ ബേബിയെ മാണി സി കാപ്പൻ MLA വസതിയിലെത്തി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൃഷിയും കർഷകനും എന്നും നാടിന്റെ യശസ് ഉയർത്തുന്നുവെന്നും പാലയുടെ മഹത്തായ പാരമ്പര്യം കൃഷിയിലധിഷ്ഠിതമാണെന്നും MLA പറഞ്ഞു. കാർഷിക പശ്ചാത്തലം മറന്ന പുതിയ തലമുറയ്ക്ക് പിതാവിന്റെ പാത പിന്തുടരുന്ന മകൻ ജോയൽ മാതൃകയാണെന്ന് MLA പറഞ്ഞു. VJ ബേബിയുടെ ഭാര്യ റോസി, മകൻ ജോയൽ, ഭാര്യ ലിൻ, കൊച്ചുമകൻ ഇസഹാക്ക് എന്നിവർ MLAയെ സ്വീകരിച്ചു. പാലയുടെ അഭിമാനമായ VJ ബേബിക്ക് മൊമന്റോയും സമ്മാനിച്ചാണ് മാണി സി കാപ്പൻ മടങ്ങിയത്. സന്തോഷ് കാവുകാട്ട്, MP കൃഷ്ണൻ നായർ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിലെ മഞ്ഞൾ നീരാട്ട് ഭക്തിസാന്ദ്രമായി. 9 കോമരങ്ങളാണ് മഞ്ഞൾ നീരാട്ടിൽ ഉറഞ്ഞു തുള്ളിയത്. നൂറുകണക്കിന് ഭക്തർ മഞ്ഞൾ നീരാട്ട് മഹോത്സവത്തിനെത്തി. ഭക്തിയുടെ നിറവിൽ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ ദേവീസ്തുതികളുമായി കൈകൂപ്പി നിന്ന് ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി. ഏറ്റുമാനൂർ മാരിയമ്മൻ ആദിപരാശക്തി ക്ഷേത്രത്തിലെ 41 മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന മഞ്ഞൾ നീരാട്ടിൽ 9 കോമരങ്ങളാണ് ഉറഞ്ഞു തുള്ളിയത്. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച 5 വലിയ വാർപ്പുകളിലെ മഞ്ഞൾപ്പാൽ തിളപ്പിച്ച് ക്ഷേത്ര കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി. തിളച്ച മഞ്ഞൾപ്പാൽ കവുങ്ങിൽ പൂക്കല കൊണ്ടും സ്വന്തം കൈകൾ കൊണ്ടും സ്വശരീരത്തിൽ അഭിഷേകം നടത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ചടങ്ങാണ് മഞ്ഞൾ നീരാട്ട്. മുത്താരമ്മ പേച്ചിയമ്മ, ഉമാമഹേശ്വരി, ശങ്കരനാരായണ സ്വാമി, മൂല, പിതൃ ഭൈരവൻ, വീരഭദ്രസ്വാമി, മാടസ്വാമി, കറുപ്പുസ്വാമി എന്നിവരാണ് ക്ഷേത്ര കോമരങ്ങൾ. 41 ദിവസത്തെ വ്രതമെടുത്താണ് മഞ്ഞൾ നീരാട്ടിനായി കോമരങ്ങൾ ഒരുങ്ങുന്നത്. രാവിലെ 9 മണിയോടെയാണ് മഞ്ഞൾ നീരാട്ടിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി. മഞ്ഞൾ നീരാട്ടിന്റെ സമാപനത്തെ തുടർന്ന് ഓഡിറ്റോറിയത്തിൽ പ്രസാദമൂട്ടും നടന്നു. പ്രസിഡന്റ് P. പ്രമോദ് കുമാർ, സെക്രട്ടറി PP വിനയകുമാർ, ട്രഷറർ PK രമേശ്, വൈസ് പ്രസിഡന്റ് MC മുരുകൻ, PH പ്രദീപ്, MG പ്രസാദ്, അനീഷ് മോഹൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി മൈക്ക സ്കൂൾ സുവർണ ജൂബിലി നിറവിൽ. 50ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 29 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് നടക്കുന്ന സംഗമത്തിൽ 1978 മുതൽ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അൽമാ മിലാപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന സംഗമം ഈരാറ്റുപേട്ട MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ KA റഷീദ് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ TS സിറാജുദ്ദീൻ, മൈക്ക ട്രഷറർ ഷംസുദ്ദീൻ PA, സെക്രട്ടറി അഡ്വക്കേറ്റ് റഫീഖ് ഇസ്മയിൽ എന്നിവർ പങ്കെടുക്കും. അക്കാദമി കൗൺസിൽ ചെയർമാൻ ഷഫീർ ഖാൻ, ഹെഡ്മിസ്ട്രസ് ലൈല, PTA പ്രസിഡന്റ് MM അൻസാരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജ്മെന്റും അലുമിനി ചേർന്നാണ് ഞാൻ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 2015 വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 1978 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇയർ. അതിനുശേഷം 2015 സ്കൂളിൻ്റെ അപ്ഗ്രഡേഷൻ നടക്കുന്നതും ആദ്യത്തെ 10ാം ക്ലാസ്സിലെ ബാച്ച് 2015 പുറത്തിറങ്ങുന്നത്. സ്കൂളിൻ്റെ തുടക്കം തൊട്ടുള്ള പുരോഗമനപരമായ എല്ലാ കാര്യങ്ങളിലും മാനേജ്മെൻറ്റ് വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അതേ ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ അൽമാ മിലാബ് എന്ന പേരിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ഭാഗത്തു നിന്നും വളരെ നല്ല ഒരു റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 300ഓളം കുട്ടികൾ പങ്കെടുക്കും എന്ന ഒരു ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വജ്ര ജൂബിലി സംഘടിപ്പിച്ചു. 1965 മുതൽ 2024 വരെ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ പങ്കെടുത്ത മഹാസംഗമത്തിനാണ് കോളേജ് സാക്ഷ്യം വഹിച്ചത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വജ്ര ജൂബിലി മഹാസംഗമം നടന്നു. 1965 മുതൽ 2024 വരെയുള്ള കാലയളവിൽ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനാണ് കോളേജ് സാക്ഷിയായത്. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷന്മാർ ജോസഫ് പുളിക്കൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ കോളേജ് കാമ്പസ് എൻ്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിവിട്ടു. അതിന് ആര് കാരണക്കാരെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഒരുപക്ഷെ ഈ കോളേജിലെ ലൈബ്രറി അതിനൊരു കാരണമായിരിക്കാം. ഈ കോളേജിൽ ഞാൻ കണ്ടുപിടിച്ച ജീവിതങ്ങൾ അതിന് കാരണമായിരിക്കാം. ഒരു സുഹൃത്ത് അതിന് കാരണമായിരിക്കാം എന്നൊക്കെ മാത്രമേ ആ ദൈവിക ഇടപെടലിനെ കുറിച്ച് എനിക്ക് ഓർത്തെടുക്കാനുള്ളൂ. പ്രധാനമായിട്ടും ഞാൻ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ചത് എൻ്റെ 2ാം വർഷ കാലഘട്ടത്തിലാണ്. പ്രീ ഡിഗ്രിയാണെന്ന്, +2 അല്ലല്ലോ, പ്രീ ഡിഗ്രി 2ാം വർഷകാലത്ത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി കോളേജിൽ നിന്നും വിരമിച്ച ഗുരുശ്രേഷ്ഠരെ ആദരിച്ചു. കൂടാതെ ക്ലാസ് തല സംഗമങ്ങളും ഗുരുവന്ദനവും നടന്നു. മാനേജർ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ സോമൻ തോമസ്, സംഘാടക സമിതി അധ്യക്ഷൻ മാത്യു ചാക്കോ വെട്ടിയങ്കൽ, സാഹിത്യകാരിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോസ്മേരി, മാധ്യമപ്രവർത്തക മാധു, വിരമിച്ച ജീവനക്കാരുടെ പ്രതിനിധി പ്രൊഫസർ CA തോമസ്, വിദ്യാർത്ഥി അധ്യാപക പ്രതിനിധി പ്രൊഫസർ ബിനോ P. ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമത്തിന്റെ ഭാഗമായി ഗാനമേളയും മറ്റ് കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം പുഷ്പമേളയിൽ തിരക്കേറി. യൂറോപ്യൻ മോഡൽ ഫ്ലവർ ഷോയാണ് മേളയിലെ മുഖ്യ ആകർഷണം. കൂടാതെ ഡോർ ഫോറസ്റ്റ് ഫ്ലവർ ഷോ, കോഴിക്കോടൻ ഫുഡ് കോർട്ട് എന്നിവയും കാണികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. മേള ജനുവരി 5-ന് സമാപിക്കും. കോട്ടയം മർച്ചന്റ്സ് അസോസിയേഷൻ സ്പോൺസർഷിപ്പിൽ കോട്ടയം ആസ്ഥാനമായുള്ള വിവിഡ് എന്റർടൈൻമെന്റ് എന്ന ഇവന്റ് ആൻഡ് എക്സ്പോ കമ്പനി നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച പുഷ്പമേള കോട്ടയം പുഷ്പോത്സവത്തിൽ തിരക്കേറുന്നു. കേരളത്തിൽ ആദ്യമായി ഒരുക്കിയിരിക്കുന്ന യൂറോപ്യൻ മോഡൽ ഫ്ലവർ ഷോയാണ് മുഖ്യ ആകർഷണം. യൂറോപ്യൻ മോഡലിലുള്ള കെട്ടിടങ്ങൾക്കിടയിൽ പുഷ്പങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ 1000 സ്ക്വയർ ഫീറ്റിൽ മറ്റൊരു ഫ്ലവർ ഷോയും കാണികൾക്ക് ഒരു വ്യത്യസ്തമായ അനുഭവം പകരാൻ ഡോർ ഫോറസ്റ്റ് ഫ്ലവർ ഷോ ഇലുമിനേഷൻ ലൈറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കൂടാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള 100ഓളം വാണിജ്യ സ്റ്റാളുകളും കോഴിക്കോടൻ ഫുഡ് കോർട്ടുമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ ഫാമിലി ഗെയിംസും ചെടികൾ വാങ്ങുന്നതിനായി നഴ്സറിയും ഒരുക്കിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എൻട്രൻസ് ഫീ 70 രൂപ മാത്രമാണ്. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 9:30 വരെയാണ് ഷോയിലേക്ക് പ്രവേശനം. ഫ്ലവർ ഷോ ജനുവരി 5-ന് സമാപിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9207676076 90377790. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ BVOC അല്ലെങ്കിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ കോപ്പ ട്രേഡിൽ NTC NICയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. യോഗ്യരായവർ ഡിസംബർ 31-ന് രാവിലെ 11-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ എത്തണം. വിവരങ്ങൾക്ക് ഫോൺ 6238872127. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗൻവാടികളെ ശിശു സൗഹൃദ സ്മാർട്ട് അംഗൻവാടികളാക്കുന്നതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ ഡിവിഷനുകളിൽപ്പെട്ട 10 അംഗൻവാടികളിൽ ശിശു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനായി അംഗൻവാടി കെട്ടിടം, ചുറ്റുമതിൽ എന്നിവിടങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷം പെയിന്റ് അടിച്ച് അംഗൻവാടി പ്രീ സ്കൂൾ തീമുമായി ബന്ധപ്പെട്ടതും കുട്ടികളെ ആകർഷിക്കുന്നതുമായ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും ഏറ്റുമാനൂർ ICDS മുദ്രവെച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. ജനുവരി 9-ന് ഉച്ചകഴിഞ്ഞ് 2 വരെ ടെൻഡർ നൽകാം. വിവരങ്ങൾക്ക് ഫോൺ 9188959695. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെയും കാണക്കാരി, മാഞ്ഞൂർ, കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളുടെയും സാമ്പത്തിക സഹായത്തോടെ മാഞ്ഞൂർ ക്ഷീരവികസന യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന ക്ഷീര കർഷകർക്കായി നടപ്പാക്കുന്ന സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇൻഷുറൻസ് കമ്പനിക്ക് പണമടച്ച രസീത്, കന്നുകാലി ഇൻഷുറൻസിന്റെ പകർപ്പ്, ഗുണഭോക്താവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം നൽകണം. വിവരങ്ങൾക്ക് ഫോൺ 048292437878. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മലങ്കര സഭാ ഭരണഘടന അംഗീകരിച്ചാൽ ഒന്നിച്ചു പോകാമെന്ന് ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ. അല്ലാത്തപക്ഷം ഭരണഘടന അനുസരിച്ചാണോ ഭരണം നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്ന് മുന്നറിയിപ്പ്. മലങ്കര ഓർത്തഡോക്സ് സഭാ ഭരണഘടനയുടെ നവതി ആഘോഷിച്ചു. കോട്ടയം മുഹമ്മയിൽ യാത്രാ ബോട്ടിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് ചാടിയ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ഉദയൻ. ഭരണങ്ങാനത്ത് ബസ് ജീവനക്കാരൻ വെള്ളത്തിൽ വീണ് മരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏല കർഷകനുള്ള അവാർഡ് പാലാ സ്വദേശിക്ക്. VJ ബേബിയെ ആദരിച്ചു. കൃഷിയും കർഷകനും പാലായുടെ യശസ് ഉയർത്തിയെന്ന് മാണി സി കാപ്പൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.